കണ്ണൂരിലെ ഹൈടെക് PSC കോപ്പിയടിയിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുഖ്യപ്രതി മുഹമ്മദ് സഹദിന്റെ കൂട്ടാളി സഭയിലാണ് പിടിയിലായത്. സഹദ് മൈക്രോ ക്യാമറയിലൂടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന സഭയിലാണെന്നും പോലീസ് കണ്ടെത്തി. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജലി, ഏതായാലും ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ സബീലിലേക്ക് എത്തിയിരിക്കുന്നത്, സബീലിനെ പിടികൂടിയിരിക്കുന്നത്. മുഹമ്മദ് സഹദ് ഈ പരീക്ഷാ ഹാളിൽ നിന്ന് മൈക്രോ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന ചോദ്യപേപ്പർ സബീലിനായിരുന്നു ലഭിച്ചിരുന്നത്. ഈ ചോദ്യപേപ്പർ നോക്കിയതിനു ശേഷം സബീലാണ് ഉത്തരങ്ങൾ കണ്ടെത്തി ഈ പ്രതിയുടെ ചെവിയിൽ ഘടിപ്പിച്ച ഇയർഫോണിലേക്ക് നൽകിയിരുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഏതായാലും ഇവർ നേരത്തെയും ഇത്തരത്തിൽ ഈ പരീക്ഷാ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നുകൂടി തന്നെയാണ് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴിയായിരുന്നു ഇവർ തമ്മിലുള്ള ആശയവിനിമയം നടന്നിരുന്നത്. അതായത് മൈക്രോ ക്യാമറയിലൂടെ സഹദ് ചോദ്യങ്ങൾ പകർത്തി സബീലിന് നൽകുന്നു. സബീൽ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി സഹദിന് ഈ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ രണ്ടുപേർ മാത്രമാണ് ഈ ഒരു പരീക്ഷാ തട്ടിപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ചത് എന്നതാണ്. എന്നാൽ ഗുരുതരമായ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്തി വരികയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് സഹദിനെ ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കണ്ണൂരിലെ ഹൈടെക് PSC കോപ്പിയുടെ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് നിഖിൽ അളവൂരാണ്.